പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ ദിവസവും കർത്താവായ യേശു നിങ്ങൾക്കൊരത്ഭുതം ചെയ്യാൻ പോകുന്നു. എന്താണ് ആ അത്ഭുതമെന്ന് ചിന്തിക്കുകയാണോ? ഏതോ ഒരു കാര്യത്തിൽ ചിലർ നിങ്ങൾക്ക് ബാധിപ്പുണ്ടാക്കുന്നുണ്ട്. നിങ്ങളോട് അന്യായമായി ഒരു കാര്യം ചെയ്യുന്നു. എന്റെ നീതിയും ന്യായവും എല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. കള്ളത്തരങ്ങൾ നിങ്ങളെപ്പറ്റി പറയുന്നു. പലതരത്തിലുള്ള പോരാട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തു ചെയ്യും എന്ന് വിഷമിക്കുകയാണോ? യേശു ഉണ്ടല്ലോ. യേശു നീതിമാനായ ദൈവമാണ്. നിങ്ങൾക്ക് ന്യായം പാലിച്ചു തരില്ലേ? നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? എന്തിനാണ് നിരാശപ്പെടുന്നത്? എന്തിനാണ് പിറുപിറുക്കുന്നത്? എന്തിനാണ് മനുഷ്യരോട് ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പല്ലുകടിക്കുന്നത്? അത് വേണ്ട. വീട്ടിലുണ്ടാകും, ജോലിസ്ഥലത്തുണ്ടാകും, നിങ്ങൾ കണ്ടുമുട്ടുന്നവരുടെ ഇടയിൽ അന്യായം ചെയ്യുന്നവരുണ്ടാകും. ദൈവം പറയുന്നത് എന്താണെന്നോ? 37 സങ്കീർത്തനം 6 വാക്യത്തിൽ, അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. നിങ്ങളുടെ നീതിയെ കർത്താവ് പ്രകാശിപ്പിക്കും. നിങ്ങളുടെ ന്യായത്തെ കർത്താവ് പ്രകാശിപ്പിക്കും. ആരാണ് എനിക്ക് നീതി കാണിക്കുക? ഒരു നീതിയുമില്ല. ഈ വീട്ടിൽ എനിക്ക് ന്യായമില്ല. എന്നോട് അന്യായം കാണിക്കുകയാണ്. കള്ളത്തരങ്ങൾ പറഞ്ഞെന്നെ തടസ്സപ്പെടുത്തുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സൂപ്പർവൈസർ എന്നെ അന്യായമായി കുറ്റപ്പെടുത്തി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ നീതിയോടെ പ്രവർത്തിച്ചാലും എനിക്ക് അന്യായം ചെയ്യുന്നു. ഞാനിത് ആരോട് ചെന്ന് പറയും? നുണകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നു. എന്റെ സമൂഹത്തിലും ജീവിക്കുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും എനിക്ക് വല്ലാത്ത അന്യായങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിത് ആരോട് ചെന്ന് പറയും? ആരും എനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്ന് വിചാരിക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട്. യേശു നീതിമാനായ ദൈവമാണ്. നിന്റെ നീതിയെ ഞാൻ പ്രകാശിപ്പിക്കും. നിനക്ക് ഞാൻ ന്യായം ചെയ്യും എന്ന് യേശു പറയുന്നു. അതിനാൽ ഇത് അനീതി നിറഞ്ഞ ലോകമാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നീതിമാന്മാരല്ല. ഈ ലോകം അനീതി നിറഞ്ഞ ലോകമാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ അനീതിയുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് വാസ്തവമാണ്. എന്നാൽ നീതിമാനായ യേശു പറയുന്നു, ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മകളെ, നീ നീതിയുള്ളവനായി നടന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ നീതിയെ ഞാൻ പ്രകാശിപ്പിക്കും. നിന്റെ ന്യായത്തെ ഞാൻ പ്രകാശിപ്പിക്കും എന്ന്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിങ്ങളുടെ നീതിയെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. യേശുവിനെ വിശ്വസിക്കൂ. ഇന്ന് ഈ കാര്യത്തിൽ ഒരു അത്ഭുതം നടക്കും. നിങ്ങൾ എത്ര പരമാർത്ഥതയുള്ളവരാണ്, നീതിയുള്ളവരാണ്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന് ചുറ്റുമുള്ളവർ അറിയുന്ന വിധത്തിൽ യേശു നിങ്ങൾക്ക് ന്യായം പാലിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. യേശുവിനെ നോക്കി പറയൂ, ദൈവമേ, അങ്ങ് നീതിമാനായ ദൈവമാണ്. എന്റെ നീതിയെ അങ്ങ് പ്രകാശിപ്പിക്കും. ന്യായത്തെ മധ്യാഹ്നത്തെപ്പോലെ പ്രകാശിപ്പിക്കും. എനിക്ക് നടക്കുന്ന അന്യായങ്ങൾ മാറ്റി, അനീതികൾ ചെയ്യുന്നതെല്ലാം മാറ്റി, ഇന്ന് ഈ കാര്യത്തിൽ എനിക്ക് അത്ഭുതം നടക്കുന്നതിന് സ്തോത്രം. ആ അത്ഭുതത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ